ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ നിന്നും പരിക്ക് ബാധിച്ചുകൊണ്ട് പുറത്തേക്ക് പോയ കുറച്ച് താരങ്ങളുടെ അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങളായ വിപിൻ മോഹനന്റെയും കൂടാതെ തന്നെ ജീക്സൺ സിംഗിന്റെയും ഫ്രെഡിയുടെയും കൂടാതെ ജോഷുവ സൊക്കീരയുടെയും പരിക്കിനെ തുടർന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ താരങ്ങളുടെയൊക്കെ പരിക്കിനെ തുടർന്നുള്ള അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ചാനൽ 10K എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സ് FC ക്ലബിന്റെ യുവതാരങ്ങളായ ഐമനും അസറും വിപിൻ മോഹനൻ എന്നിവർ കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമി ടീമിലൂടെ ഒരുമിച്ച് കളിച്ചു വളർന്ന് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സീനിയർ ടീമിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വിസ്മയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിൽ ഒരുമിച്ച് കളിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച വിപിൻ മോഹനൻ തങ്ങൾ 3 പേർക്കിടയിലുള്ള ഫുട്ബോൾ മൈതാനത്തിലെ പരസ്പര ബന്ധത്തെ കുറിച്ച് ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 14 വയസ്സ് മുതൽ ഒരുമിച്ച് കളിക്കുന്നതിനാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കൂടുതൽ പരസ്പര ധാരണയോടെ കളിക്കുവാനാവുമെന്നാണ് വിപിൻ മോഹനൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വിപിൻ മോഹനന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഞാനും ഐമനും അസറും 14 വയസ്സ് മുതൽക്കേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ക്ലബിന്റെ അക്കാദമി ടീമിലൂടെ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നതിനാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കളിക്കുവാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ മുഹമ്മദ് ഐമന്റെയും മുഹമ്മദ് അസറിന്റെയും വിപിൻ മോഹനന്റെയും കൂട്ടുകെട്ടിനെ കുറിച്ച് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം വിപിൻ മോഹനൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിലവിലിപ്പോൾ പരിക്കിന്റെ പിടിയിലായ വിപിൻ മോഹനൻ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് പരിക്ക് മാറി എന്ന് തിരിച്ചു വരുമെന്ന ചോദ്യമാണ് എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകർ എല്ലാവരും ഉന്നയിക്കുന്നത്. നിലവിൽ താൻ പൂർണ്ണമായും ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ വിപിൻ മോഹനൻ താൻ പരിശീലനം ആരംഭിച്ചതായി അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലേക്ക് തിരിച്ചെത്താൻ ആവുമെന്ന പ്രതീക്ഷയിലാണ് വിപിൻ മോഹനൻ ഉള്ളത്. നമുക്കറിയാം, ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ നിന്നും പോയതിനു ശേഷം ലൂണക്ക് ഒരൊത്ത പകരക്കാരനായിട്ടായിരുന്നു വിപിൻ മോഹനൻ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മധ്യനിരയിൽ വിപിൻ മോഹനന്റെ ഒരു ആഭാവം നമുക്ക് എല്ലാ മത്സരങ്ങളിലും കാണാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ ഈ ഒരു ISLന്റെ 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായ ഒരു കാര്യമായിരുന്നു പരിക്ക് എന്നുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട താരങ്ങൾക്കും ഈ ഒരു 10ാം സീസണിൽ പരിക്ക് പറ്റി പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ, ക്വാമി പെപ്ര തുടങ്ങിയ താരങ്ങൾ പരിക്ക് ബാധിച്ചുകൊണ്ട് പുറത്താണ്. എന്നാൽ ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകർക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. പഞ്ചാബ് FCക്കെതിരായുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പത്രസമ്മേളനത്തിൽ ഇവാനാശൻ പറഞ്ഞിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിക്കേറ്റ യുവതാരങ്ങളായ ജീക്സൺ സിംഗും ഫ്രെഡി ലവുമാമയും നിലവിൽ കളിക്കാൻ തയ്യാറാണ് എന്നാണ്. ഏതായാലും നമുക്ക് ആശാന്റെ വാക്കുകളിലേക്ക് വിശദമായി ഒന്ന് കടക്കാം. ജീക്സൺ സിംഗ് നിലവിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാൽ താരത്തിന് കളിക്കാൻ സാധിക്കുകയും ചെയ്യും. ഫ്രെഡിയും തിരികെ വന്നിട്ടുണ്ട് എന്നാണ് ഇവാൻ ആശാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ ഇരു താരങ്ങളും കളിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ആരാധകരെല്ലാവരും. ഇതുകൂടാതെ ഈ ഒരു പത്രസമ്മേളനത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ആശാൻ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു 10ാം സീസണിലേക്ക് വേണ്ടി ആദ്യമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ജോഷുവ സൊക്കീരയുടെ പരിക്കിനെ തുടർന്ന് ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ആശാന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: അടുത്ത ISLന്റെ സീസണിൽ ജോഷുവ സൊക്കീരിയോ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവും. ടീമിന്റെ മെഡിക്കൽ സ്റ്റാഫുമാരോടൊപ്പം താരത്തിന് കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടി അദ്ദേഹം മാർച്ച് മാസത്തിൽ നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നും ആശാൻ ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതുകൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യനായ അഡ്രിയാൻ ലൂണയും ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ ഒരു മാർച്ച് മാസത്തിനോടകം തിരിച്ചെത്തുമെന്നും ഇന്നത്തെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ നിന്നും പരിക്ക് പറ്റി പുറത്തേക്ക് പോയ ഒരുപാട് താരങ്ങൾ തിരിച്ചു വരുവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആരാധകരെല്ലാവരും വളരെയധികം ആകാംക്ഷയിലുമാണ്. ഏതായാലും ഈ ഒരു സൂപ്പർ താരങ്ങളൊക്കെ ടീമിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.